അതേ കുടുംബമാണ് എനിക്കുള്ളത്, അതേ ബന്ധുക്കളാണ് എനിക്കുള്ളത്, അതേ നാടാണ് എനിക്കുള്ളത്, അതേ കസ്റ്റമറാണ് എനിക്കുള്ളത്, അതേ മാർക്കറ്റാണ്, അതേ ഗവൺമെൻറ്റാണ്, എല്ലാം അത് തന്നെയാണ്. ഒന്നും മാറിയിട്ടില്ല. ഒരൊറ്റ സാധനമേ മാറിയിട്ടുള്ളൂ, അത് ഞാനാണ്. ഞാൻ മാറിയപ്പോ എൻ്റെ കുടുംബം മാറി, എൻ്റെ സൊസൈറ്റി മാറി. ഒരൊറ്റ സ്ഥലത്തെ ഞാൻ പണിയെടുത്തുള്ളൂ, അതെൻ്റെ സ്കില്ലിലാണ്. എൻ്റെ സ്കിൽ സെറ്റിൽ എന്തൊക്കെ ആയുധങ്ങൾ കൂട്ടണമെന്നൊരൊറ്റ ചിന്ത ഇവിടെ കിടന്നിരുന്ന് എന്നെ ഇവിടെ എത്തിച്ചു. വെറും ഒരു ലോക്കലായിരുന്ന എന്നെ ഗ്ലോബൽ ബ്രാൻഡിലേക്ക് എത്തിച്ചത് എൻ്റെ സ്കിൽ സെറ്റിലുള്ള എൻ്റെ കഠിന പ്രയത്നമാണ്. എൻ്റെ ചോദ്യം നിങ്ങളുടെ അടുത്താ, അത്ര ഈസിയാണ് ഈ കാര്യമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ സ്കില്ല് കൂട്ടിക്കൂടാ? ഇതിന് ഒരു അമ്പലത്തിൽ പോയി നേർച്ചയിട്ടിട്ട് ഒരു പള്ളിയിൽ പോയി മുട്ടയടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ദൈവത്തിനൊന്നും ചെയ്തു തരാൻ പറ്റില്ല. ദൈവത്തിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. നീയാണ് നിന്റെ ശത്രു, നീ മാത്രമാണ് നിന്റെ ശത്രു. നീ മാറണമെങ്കിൽ നീ തീരുമാനിക്കണം. അതിനെന്ത് ചെയ്യണം? സ്കിൽ കൂട്ടണം. ആ സ്കില്ലാണ് ഹൈ ടിക്കറ്റ് സെയിൽസ് സ്കിൽ. എന്തുകൊണ്ട് ഹൈ ടിക്കറ്റ് വിൽക്കണം? ഏതെങ്കിലും പോളിസി വിറ്റാ പോലെ പ്രീമിയം പോളിസി പ്രീമിയം കസ്റ്റമർക്ക് വിൽക്കണം. എന്തുകൊണ്ട്? പഠിക്കണോ? റീസൺ നമ്പർ 1, പ്രീമിയം പോളിസി വിൽക്കുമ്പോൾ യു ഗെറ്റ് മോർ പ്രോഫിറ്റ്. യു ഗെറ്റ് മോർ പ്രോഫിറ്റ് ഫ്രം ഫ്യൂ കസ്റ്റമർ. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ഫ്യൂ ഹെഡേക്ക്, തലവേദന കുറവായിരിക്കും. പ്രീമിയം പോളിസി വിറ്റാൽ കൂടുതൽ പ്രോഫിറ്റും കിട്ടും, തലവേദന കുറവായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു റവന്യൂ ഗോൾ ഉണ്ടായിരിക്കണം. ഈ ഫിനാൻഷ്യൽ ഗോൾ നിങ്ങളുടെ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വേണ്ട എമൗണ്ടാണ് ഈ ഫിനാൻഷ്യൽ ഗോൾ. ഇത് നമ്പർ ഓഫ് പോളിസി കൂട്ടി വിറ്റെടുത്തല്ല കിട്ടേണ്ടത്. പ്രീമിയം വിറ്റ് നമ്പർ ഓഫ് കസ്റ്റമർ എണ്ണം കുറയ്ക്കണം. പോളിസിയുടെ എണ്ണം കൂട്ടുകയല്ല, കസ്റ്റമർ എണ്ണം കുറയ്ക്കണം. എന്താ ഒരു മില്യണയർ എന്നറിയോ? 10 ലക്ഷം ഡോളർ നെറ്റ് വർത്തുള്ള ആളിനെയാണ് മില്യണയർ എന്ന് വിളിക്കുന്നത്. 10 ലക്ഷം ഡോളർ, ഏകദേശം ഒരു 8-9 കോടി രൂപയുടെ അസറ്റ് നെറ്റ് വെർത്തുള്ളവരെയാണ് മില്യണയർ എന്ന് വിളിക്കുന്നത്. 10 ലക്ഷം കസ്റ്റമറിന് $1 ലാഭത്തിലുള്ള ചെറിയ പോളിസി വിറ്റാൽ യു ക്യാൻ ബിക്കം എ മില്യണയർ. മറ്റ് രണ്ടാമത്തെ ഓപ്ഷൻ, $10 ലാഭം കിട്ടുന്ന $1 ലക്ഷം പോളിസികൾ അല്ലെങ്കിൽ 1 ലക്ഷം കസ്റ്റമർക്ക് വിറ്റാൽ യു ക്യാൻ ബിക്കം എ മില്യണയർ. ഓപ്ഷൻ നമ്പർ 3, $100 ലാഭം കിട്ടുന്ന 10,000 കസ്റ്റമർക്ക് വിറ്റാൽ യു ക്യാൻ ബിക്കം എ മില്യണയർ. ഒരു പോളിസി വിൽക്കുമ്പോൾ $1,000 എന്ന് പറഞ്ഞാൽ 80,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന വെറും 1000 പോളിസി വിറ്റാൽ യു ക്യാൻ ബിക്കം എ മില്യണയർ. ഒരു പോളിസി വിൽക്കുമ്പോൾ 8 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുന്ന 100 പോളിസി വിറ്റാൽ യു ക്യാൻ ബിക്കം എ മില്യണയർ. ഒരു പോളിസി വിൽക്കുമ്പോൾ 80 ലക്ഷം രൂപ അല്ലെങ്കിൽ $1 ലക്ഷം പ്രോഫിറ്റ് കിട്ടുന്ന 10 കസ്റ്റമറെ കണ്ടെത്തിയാൽ യു ക്യാൻ ബിക്കം എ മില്യണയർ. ഒരു പോളിസി വിൽക്കുമ്പോൾ 1 മില്യൺ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു അംബാനിയെ കണ്ടെത്തിയാൽ യു ക്യാൻ ബിക്കം എ മില്യണയർ. ഇല്ല സാർ, ഞങ്ങൾക്ക് സിമ്പിൾ സ്റ്റെപ്പുകൾ ഇഷ്ടമല്ല സാർ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടി ചെയ്യണം എന്നാരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഫോക്കസ് ഹിയർ. ചെറിയ പോളിസി വിറ്റാൽ മതി. അതല്ല, സ്മാർട്ട് വർക്കിൽ കൂടി കാശുണ്ടാക്കണമെങ്കിൽ ഈ കണ്ട സ്വപ്നമൊക്കെ 65-ാമത്തെ വയസ്സിൽ നേടിയിട്ട് എന്തോ ഉണ്ടാക്കാനാ? പോയി ഷുഗറും പിടിച്ച് കൊളസ്ട്രോളും പിടിച്ച് അനങ്ങാനും വയ്യ, കണ്ണും കാണുന്നില്ല, ഒരു കാര്യമില്ലാതെ അന്ന് കാശുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ? ഉണ്ടാക്കുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കണം.